സുഖമായി ഉറങ്ങട്ടെ. കുഞ്ഞുങ്ങൾ ഏറെ സമയം ചെയ്യുന്നത് ഉറങ്ങുക എന്നതാണ്. നല്ല ഉറക്കം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. കുഞ്ഞിന്റെ അലോസരമില്ലാതെ ഉറങ്ങാൻ പറ്റിയ സ്ഥലം വളരെ പ്രധാനമായി വായു സഞ്ചാരമുള്ള, അധികം ചൂടും തണുപ്പുമില്ലാത്ത, ശബ്ദങ്ങളില്ലാത്ത സ്ഥലമായി തിരഞ്ഞെടുക്കണം. ഉറക്കം കുറവായാൽ പ്രതിരോധ ശക്തി കുറയുകയും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്കും ബാധകമാണ്. പകൽ ഉറങ്ങാത്ത കുട്ടികളെ രാത്രി നേരത്തെ കിടത്തി ഉറക്കുക. കുഞ്ഞിനെ ഡയപ്പർ ധരിപ്പിക്കുകയോ മൂത്രത്തുണി ഇടയ്ക്കിടെ മാറ്റുകയോ ചെയ്യണം. നനവ് കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടാക്കും. കൃത്യമായ ഉറക്കം ലഭിക്കുന്നതിന് ഇത് തടസ്സമാകും. ഉറങ്ങുമ്പോൾ മലർത്തി കിടത്തണം. കുഞ്ഞിന്റെ പുതപ്പ് ഭാരമുള്ളതായിരിക്കരുത്. ഉറക്കം വരുന്ന കുഞ്ഞിനെ തനിയെ കിടന്നുറങ്ങാൻ സഹായിക്കുക. എടുത്തോ തൊട്ടിലാട്ടിയോ ഉറക്കാൻ ശ്രമിച്ചാൽ അത് ശീലമാകും. നവജാത ശിശുവിനെ ആദ്യത്തെ 3 ആഴ്ചകളിൽ എപ്പോഴും ഒരു ടവൽ കൊണ്ട് പൊതിയാൻ ശ്രദ്ധിക്കുക. 1 മാസത്തിന് ശേഷം ഈ രീതി തുടരണ്ട. ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ അവരെ ഉറങ്ങാൻ അനുവദിക്കുക. കുഞ്ഞ് ഉറങ്ങാൻ താമസിക്കുന്നത് പ്രത്യേകിച്ച് അമ്മമാരുടെ ഉറക്കത്തെയും ആരോഗ്യത്തെയും ബാധിക്കും. ഇന്നലെ വരെ സുഖമായി ഉറങ്ങിയിരുന്ന കുഞ്ഞ് ഇന്ന് ഉറങ്ങുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യം തന്നെ. നവജാത ശിശുക്കളെ തൊട്ടിലിൽ കിടത്താതെ അമ്മയുടെ അടുത്ത് കിടത്തുക. വലുതായി വരുമ്പോൾ അമ്മയിൽ നിന്നും മാറ്റി കിടത്താം. തൊട്ടിലിൽ ആവാതിരിക്കുന്നതാണ് നല്ലത്. തൊട്ടിലിൽ കിടത്തുന്നുവെങ്കിൽ 4 മാസം പ്രായമാകും വരെ മതി. പല കുട്ടികളും ഉറക്കത്തിൽ പല്ല് കടിക്കാറുണ്ട്. ശാരീരികമോ മാനസികമോ ആയ ചെറിയ അസ്വസ്ഥതകളാണ് ഇതിന് കാരണം. പ്രത്യേക ശ്രദ്ധയോ ആകാംക്ഷയോ ആവശ്യമില്ല. കുഞ്ഞ് വളരുമ്പോൾ താനേ മാറിക്കോളും. ഉറക്കത്തിൽ പല്ല് കടിക്കുന്നത് വിരശല്യം കൊണ്ടാണ് എന്നൊരു വിശ്വാസം ചില സ്ഥലങ്ങളിലുണ്ട്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. നാം ഉറങ്ങുമ്പോൾ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളും അവയ്ക്ക് അത്യാവശ്യം വേണ്ട അവയവങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും വിശ്രമിക്കുകയാണ്. ജീവജാലങ്ങളെല്ലാം തന്നെ ഉറങ്ങാറുണ്ട്. ആരോഗ്യം നിലനിർത്താനും ഉന്മേഷത്തോടെ ഇരിക്കാനും ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഉറങ്ങാതിരുന്നാൽ അസ്വസ്ഥത, ദേഷ്യം, ശ്രദ്ധക്കുറവ്, സ്വഭാവ വൈചിത്ര്യങ്ങൾ ഇവയുണ്ടാകും. നീണ്ടകാലം ഉറക്കം നിഷേധിച്ച് മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ അവയ്ക്ക് കാലക്രമേണ തൂക്കം കുറഞ്ഞു വരികയും മരണപ്പെടുകയും ചെയ്യുന്നതായി കാണപ്പെട്ടു. ജീവിച്ചിരിക്കാൻ ഉറക്കം അത്യാവശ്യമാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു. ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്ത കുട്ടികൾക്ക് പൊണ്ണത്തടി വരാനുള്ള സാധ്യത നന്നായി ഉറങ്ങുന്ന കുട്ടികളെ അപേക്ഷിച്ച് കൂടുതലാണ്. 5 മുതൽ 6 വരെയുള്ള പ്രായത്തിൽ ശരിയായി ഉറങ്ങാത്ത കുട്ടികൾക്ക് 15 വയസ്സാകുമ്പോഴേക്കും പൊണ്ണത്തടി വരാനുള്ള സാധ്യത 60 മുതൽ 100% വരെ കൂടുതലാണ്. ഉറക്കക്കുറവ് അനുഭവിക്കുന്ന അമിത ഭാരമുള്ള കുട്ടികൾക്ക് പ്രമേഹം, ഹൃദ്രോഗം, സ്ട്രോക്ക് ഇവ വരാനുള്ള സാധ്യതയും കൂടുതലാണത്രേ. കൂടാതെ സ്ലീപ്പ് അപ്നിയ ഉള്ള കുട്ടികൾക്ക് വളർച്ചക്കുറവിനും ഹൃദ്രോഗത്തിനുമുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ പഠനത്തിനും ഓർമ്മശക്തിക്കും ഉറക്കം അത്യാവശ്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് ശിശുക്കൾക്ക് നല്ല ഉറക്കം വേണം. ഉറക്കത്തിൽ മൂത്രമൊഴിക്കൽ ചെറിയ കുട്ടികളിൽ പതിവാണെങ്കിലും 5 വയസ്സിന് ശേഷം ഇത് തുടരുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പലപ്പോഴും വീട്ടിൽ ഇതേ ചരിത്രമുള്ള മറ്റു ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാകാം. ഉറക്കിക്കിടത്തിയാൽ ചില കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരാറുണ്ട്. സ്വപ്നം കാണുന്നത് കൊണ്ടോ ശരിയായ ഉറക്കം പിടിക്കാത്തത് കൊണ്ടോ ഇങ്ങനെ സംഭവിച്ചേക്കാം. ഇങ്ങനെ സംഭവിച്ചാൽ കാരണം എന്താണെന്ന് അന്വേഷിക്കുക. അത് കണ്ടെത്തി ദൂരീകരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണം. അമ്മ ചേർത്ത് കിടത്തി പതുക്കെ തട്ടിക്കൊടുത്താൽ കുഞ്ഞ് ഉറങ്ങും. അതിനു പകരം ലൈറ്റിട്ട് കളിപ്പാട്ടവും കൊടുത്താൽ കുഞ്ഞിന് ഉറങ്ങാൻ സാധിക്കില്ല. കുഞ്ഞുങ്ങൾക്ക് ഉറക്കം ലഭിക്കാൻ അനുകൂല സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. മരുന്നുകൾക്ക് ഇക്കാര്യത്തിൽ പ്രാധാന്യം കുറവാണ്. മാത്രമല്ല ചെറുപ്രായത്തിൽ തന്നെ ഉറക്കക്കുറവിന് മരുന്ന് നൽകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അകമേ കഴിക്കേണ്ടാത്തതായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം കഴിക്കാം.